ज्ञानाञ्जनशला चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम्। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। जय जय श्री चैतन्य जय नित्यानंदा जय अद्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंदा जय अद्वैत चंद्र जय गौर भक्त वृंदा। हरे कृष्ण। ഹരേ കൃഷ്ണ. കൃഷ്ണ. ചൈതന്യ ചരിതാമൃത ആദിലീല അധ്യായം 16 നമ്മൾ വായിച്ച് ഇന്നലെ 111 ശ്ലോകം തീർത്തു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടോ? കാര്യം അതത്രയും അതിന്റെ ഭാവാർത്ഥങ്ങൾ തന്നെ എല്ലാം പ്രൂഫ് വ്യക്തമാക്കിയിരുന്നു. അതൊരു പാസ്റ്റ് ടൈം ആണല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് അതിൽ ചർച്ച ചെയ്യാനുള്ളതായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊന്ന് ഓടിച്ച് നോക്കണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകായിരുന്നു. ഇന്നലെ 55 മുതലാണ്, 54 മുതലല്ലേ? 54 മുതൽ ലാസ്റ്റ് വരെ വായിച്ചു. ആദ്യ ഭാഗം ആ ഗ്രാമറിന്റെ ഭാഗമാണ്. അതാണ് ഇന്നലെ സ്മിത മാതാജി ചോദിച്ചത്. അതായത് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം മനസ്സിലായി. അത് മാത്രം കടികെട്ടി ഭാഗം വരുന്നത്. അതെന്താ അറിയേണ്ടത് അതിനകത്ത്? പിന്നെ പറയുന്നുണ്ടല്ലോ കുറെ. അതെ അതെ, അത് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അതിലല്ലാതെ ഒരു ചോദ്യം വന്ന ആ ഏകാദശി തത്വത്തിൽ നിന്ന് പറഞ്ഞപ്പോ ഇന്ന് ഒരിത് ചോദിച്ചില്ലേ പ്രഭു? 58 ബേസ് ചെയ്തിട്ടൊരു എന്തായിരുന്നു അതിന്റെ സമയത്ത് ഒരു ഇത് ചോദിച്ചു. ദേശികാചാര്യരുടെ സംസ്കൃത കൃതിയാണ്. വേദാന്ത ദേശികാചാര്യരുടെ അദ്ദേഹം എഴുതിയ എന്താണത്? ഏകാദശിയെ കുറിച്ച് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? ആ ഏകാദശി തത്വത്തിൽ നിന്നുള്ള ഒരു ശ്ലോകമാണ് 58 എന്ന് പറഞ്ഞേക്കുന്നത്. 58ാമത്തെ ശ്ലോകം ഏകാദശി. ഏകാദശി തത്വം എന്നുള്ളത് ഒരു ഗ്രന്ഥമായിരിക്കും. അതെ. ഇംഗ്ലീഷ് നോക്കണോ? അത് ഇറ്റാലിക്സിലാണെങ്കിൽ അത് ആരുടെയെങ്കിലും ഇംഗ്ലീഷ് ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഡേറ്റാബേസ് നോക്കാം. ആദിലീല ചാപ്റ്റർ 16 ശ്ലോകം 58. ദിസ് ഇസ് എ വേഴ്സ് ഫ്രം ദി ഏകാദശി തത്വ. അപ്പൊ അതൊരു ബുക്കാണ്, ഗ്രന്ഥമാണ്. എന്തായാലും ഇതിനെ കുറിച്ച് പറയുന്നു അല്ലേ? 54 പലതരത്തിലുള്ള ന്യൂനതകളെ കുറിച്ച് പറയുന്നു. അവിമൃഷ്ട വിധേയാംശം, പിന്നെ രണ്ട് അവിമൃഷ്ട വിധേയാംശമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിരുദ്ധമതി,
പരസ്പര വിരുദ്ധമായ സങ്കല്പത്തിന്റെ ദോഷമാണ് മൂന്നാമത്തേത്. ഭവാനി ഭർത്ത എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ പുനരുക്തി, റെപ്പറ്റീഷൻ. വിഭവതി അദ്ഭുത ഗുണ. വിഭവതി എന്ന് പറയുമ്പോൾ തന്നെ വൈഭവം എന്നുള്ള അർത്ഥത്തിൽ വരുന്നുണ്ട്. പിന്നെ അത്ഭുത ഗുണമാണെന്ന് പറയേണ്ട കാര്യമില്ല. ക്യാച്ച് പിടിച്ചു എന്ന് നമ്മൾ പറയാറില്ലേ? പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ സ്ഥിരം പറഞ്ഞു അതെ അതെ ക്യാച്ച് പിടിക്കുന്നു. അത് വീണ്ടും പറയേണ്ട കാര്യമില്ല. ആദ്യ വാക്കിൽ തന്നെ ക്യാച്ച് ഉണ്ട് അല്ലെ? അതെ. അതാണ് പുനരുക്തി. പിന്നെ ഭഗ്നക്രമം, ക്രമം മാറിപ്പോയത്. അത് കൂടുതൽ ചർച്ച ചെയ്യണോ? അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അതെ വേണമെന്നില്ല. അത് പറയുന്നത് ആദ്യം പറയേണ്ടത് അവസാനം പറഞ്ഞു, അവസാനം പറയേണ്ടത് ആദ്യം, അങ്ങനെ എന്തോ ഇതാണ് പറ്റിയത്. അതെ അതെ എന്നാണ് അതെ. അതിനെക്കുറിച്ച് തന്നെയാണ് പിന്നീടുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. ദ്വിതീയ ശ്രീലക്ഷ്മി എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നു. ൽ പറയുന്ന ഒരു ശ്ലോകത്തിൽ സാഹിത്യപരമായ 10 അലങ്കാരങ്ങൾ ഉണ്ടെങ്കിലും തെറ്റായ ഒരു പ്രയോഗം പോലും മുഴുവൻ ശ്ലോകത്തെയും അസാധുവാക്കുന്നു. കുറവുകൾ ഒന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. മനുഷ്യ സ്വഭാവം അങ്ങനെയല്ലേ? 10 അതെ. നല്ലത് കണ്ടാലും അതെ ആരും ഒന്നും പറയില്ല. അതെ. ഒരു കഥയുണ്ട്, കേട്ടിട്ടുണ്ടോന്നറിയില്ല. കഥയല്ല, ഒരു എക്സാമ്പിൾ ആണ്. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു വെക്കേഷൻ പ്ലേസ് പറയാമോ? ഏതെങ്കിലും മലയുടെ മുകളിലോ ഏതെങ്കിലും ഒരു സ്ഥലം ജസ്റ്റ് ഒന്ന് പറയാമോ? ഏത് ഹിൽ സ്റ്റേഷനോ ബീച്ചോ എന്തോ ആവാം. ഒരു ഉം. എവിടെ പോകാനാണ് ഇഷ്ടം? ഹരേ കൃഷ്ണ, ക്ലിയർ ആവുന്നില്ല. അത് എന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ക്ലിയർ ക്ലിയർ ആണ് മാതാജി, കേക്കാലോ. അപ്പൊ എന്റെ ഇവിടെ എന്തോ സെറ്റിങ്ങിന്റെ പ്രശ്നമാണ്. അതെ അതെ. പ്രഭു ചോദിച്ചത് ഹരേ കൃഷ്ണ. അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പേര് പറയൂ. ഹിൽ സ്റ്റേഷൻ. എന്തോ ആവാം, ഏതെങ്കിലും ഒരു സ്ഥലം. മൂന്നാർ. മൂന്നാർ. മാതാജി ചെലവ് ചുരുക്കിയ ഒരു അടുത്തുള്ള ഒരു സ്ഥലം പറഞ്ഞു. ഓക്കെ, മൂന്നാർ വേണ്ട, കുറച്ച് ദൂരം. കുളു മനാലി ആയാലും. മനാലി. കുലു മണാലി. ഓക്കെ. സോ നമ്മള് ആലോചിച്ച് നോക്കുക. നിങ്ങള് കുടുംബസമേതം കുലു മണാലിയിലേക്ക് പോകുന്നു. നല്ലൊരു വിന്റർ ടൈമാണ്, നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് സ്ഥലമൊക്കെ കാണാൻ. അവിടെ ട്രെക്കിങ്ങിന് പോയി, അവിടെ എന്താണ് സ്നോ, മഞ്ഞില് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്ന കാര്യത്തിനൊക്കെ പോയി. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഹോട്ടൽ റൂമൊക്കെ അടിപൊളിയാണ്. അവിടെ അവിടെ നല്ല ചൂടുവെള്ളമുണ്ട്, കുളിക്കാൻ, പുതച്ച് കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമാണ്. അടിപൊളി. ഇസ്കോൺ ഡിവോട്ടീസിനെയും കിട്ടി. അപ്പൊ അതുകൊണ്ട് അവര് കേക്ക്, പിസ്സ എല്ലാം ഉണ്ടാക്കി തരുന്ന പ്രസാദവും ഇഷ്ടം പോലെ കഴിച്ചു. റൈറ്റ്, ഇങ്ങനെയൊക്കെ ഉണ്ടായി. തിരിച്ചു വരുന്ന ദിവസം എല്ലാം ഭംഗിയായിരുന്നു. തിരിച്ചു വരുന്ന ദിവസം രാവിലെ ബ്രെഡും ജാമും ഉണ്ടായിരുന്നു. എല്ലാം ഭംഗിയാണ് കേട്ടോ ഇതുവരെ. അപ്പോൾ നമ്മള് ആ ബ്രെഡും ജാമും നമ്മൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ജാമിനകത്ത് ഒരു നീണ്ട തലമുടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു ചെറിയൊരു അലോസരായി. ആ മുടി മാറ്റി വെച്ചിട്ട് നമ്മൾ കഴിച്ചു. ബാക്കിയൊക്കെ നന്നായി. തിരിച്ച് കറക്റ്റ് ടൈമിന് ഫ്ലൈറ്റ് തിരിച്ചു കിട്ടി. നമ്മൾ നാട്ടിലേക്ക് വന്നു. നമ്മുടെ അടുത്തുള്ളവർ ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു യാത്ര എന്ന് ചോദിക്കുന്നു. എന്തൊക്കെയാണ് ഓർമ്മ വരിക? ജാമിലെ മുടി എന്തായാലും ഓർമ്മ വരും. അല്ലേ? ഒരുപക്ഷെ ആദ്യം അതായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. അതെ. വേറെ എത്രയോ നല്ല കാര്യങ്ങൾ അവിടെ സംഭവിച്ചു, പക്ഷെ ആദ്യം എന്ത് ഓർമ്മ വരും?
മുടിയുള്ളത്. അതെ, ഇത് മനുഷ്യ മനസ്സിന്റെ സ്വഭാവമാണ്. ഇവിടെ പറയുന്നു, ഒരു ശ്ലോകത്തിൽ സാഹിത്യപരമായ 10 അലങ്കാരങ്ങൾ ഉണ്ടെങ്കിലും തെറ്റായ ഒരു പ്രയോഗം പോലും മുഴുവൻ ശ്ലോകത്തെയും അസാധുവാക്കുന്നു. ഒരുവന്റെ മനോഹരമായ ശരീരം ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതാകാം, എന്നാൽ വെളുത്ത കുഷ്ഠത്തിന്റെ ഒരു വടു പോലും ആ ശരീരത്തെ പൂർണ്ണതയാ നിന്ദ്യമാക്കുന്നു എന്ന് പറയുന്നു. റൈറ്റ്? ഈ രീതിയിലാണ് ആൾക്കാർ നിരൂപണം ചെയ്യുന്നത്. കാവ്യ നിരൂപണമായാലും കവിതാ നിരൂപണമായാലും ഗ്രന്ഥ നിരൂപണമായാലും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക, തെറ്റ് കണ്ടുപിടിക്കൽ. റൈറ്റ്? എന്നിട്ട് വീണ്ടും കുറവുകളെ കുറിച്ച് പറഞ്ഞ ശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ 72 മുതൽ ഏറ്റവും ആദ്യം ചൈതന്യ മഹാപ്രഭു കേശവ കാശ്മീരിയുടെ രചനയുടെ നല്ല വശങ്ങൾ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോ 71 വരെ അതിന്റെ കുറവുകളെ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷെ അവിടെ വെച്ച് നിർത്തുന്നില്ല. 72 മുതൽ പിന്നെ എന്ത് ചെയ്യുന്നു? അതിന്റെ നല്ല വശങ്ങളെ കുറിച്ച് വീണ്ടും പറയുന്നു. റൈറ്റ്? നമ്മളൊരു ഡിവോട്ടിക്ക് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത് ഈ രീതിയിലാണ്. ഡിവോട്ടി ആവണമെന്നില്ല, മറ്റുള്ളവർക്കാണെങ്കിലും. ചില ആൾക്കാരെങ്ങനെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവര് നമ്മളോട് പറയേണ്ടത് പറയും, കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടും, പക്ഷെ എന്നാലും നമുക്ക് അവരോട് അലോസരം തോന്നാത്ത വിധത്തിൽ അവരത് ചെയ്യും. കണ്ടിട്ടുണ്ടോ അങ്ങനെ ആൾക്കാരെ? ചിലപ്പോൾ യെസ്, നമ്മുടെ ബന്ധുക്കൾക്കിടയിലോ സ്കൂളിലെ ടീച്ചർമാരായിരുന്നിരിക്കാം, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഉണ്ടോ? ഉണ്ട്. യെസ്, തീർച്ചയായും. എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ? ഹരേ കൃഷ്ണ പ്രഭു. എന്റെ വീട്ടിൽ തന്നെ എക്സാമ്പിൾ ആയിരുന്നു എന്റെ അച്ഛൻ. ഒരാളുടെയും ഉം. കുറ്റം പറയില്ല, ഒരാളുടെ നെഗറ്റീവ് കണ്ടുപിടിക്കില്ല. അങ്ങനെ വലിയൊരു ഉയർന്ന തലത്തിലുള്ള വ്യക്തിത്വമായിരുന്നു. എന്തെങ്കിലും ഉപദേശ രൂപേണ പറഞ്ഞ് മനസ്സിലാക്കാം. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാന്ന് പറഞ്ഞ് ശാസിക്കില്ല. അച്ഛൻ പറയണെന്ന് വെച്ചാൽ മറ്റൊരാളുടെ മനസ്സ് വിഷമിക്കരുത് നമ്മുടെ ഒരു വാക്കുകൊണ്ട് പോലും. അങ്ങനെ ഒരു വലിയ വ്യക്തിത്വമായിരുന്നു. അപ്പൊ അത് ഉപദേശ രൂപേണ പറഞ്ഞു, ഈവൻ ഞങ്ങൾക്കായാലും ഉപദേശ രൂപേണ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് നെഗറ്റീവായിട്ടോ ഒന്നും ഫീൽ ചെയ്യില്ല. അതെ, ആ തെറ്റിനെയാണ് തിരുത്താൻ ശ്രമിക്കുന്നത് എന്നല്ലാതെ ആ വ്യക്തിയെ വെറുക്കാനല്ല ശ്രമിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കും ആ കറക്ഷന്റെ പ്രോസസ്സിൽ. ഇല്ലേ? അത് തന്നെയാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു ചെയ്യുന്നത്. 72 മുതൽ പിന്നെ അങ്ങോട്ട് ഗ്ലോറിഫിക്കേഷൻ ആണ്. തെറ്റ് അദ്ദേഹം കേട്ട് കഴിഞ്ഞു. കേശവ കാശ്മീരി തെറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി 5 അലങ്കാരങ്ങളുടെ വിവരണം ശ്രവിച്ചാലും 2 ശബ്ദാലങ്കാരങ്ങളും 3 അർത്ഥാലങ്കാരങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറേ അങ്ങോട്ട് എത്ര വരെ? പല അലങ്കാരങ്ങളെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ട് 87 എന്തായി? മഹാപ്രഭുവിന്റെ വിശദീകരണം ശ്രവിച്ച ദിഗ്വിജയി പണ്ഡിതൻ അത്ഭുത സ്തബ്ധനായി. തന്റെ വാക്ചാതുര്യവും കഴിവുമെല്ലാം സ്തംഭിച്ചു പോയ അദ്ദേഹത്തിന് ഒന്ന് ഉരിയാടാൻ പോലും കഴിയാത്ത അവസ്ഥയായി. സോ പെട്ടെന്നൊരു അടികൊണ്ട ഒരു അനുഭവം. എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു, എന്നാൽ മറുപടിയായി ഒരു ശബ്ദവും പുറത്തു വന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ അന്ധാളിപ്പിനുള്ള കാരണത്തെ സ്വന്തം മനസ്സിനുള്ളിൽ ചെന്ന് തിരയുവാൻ തുടങ്ങി. പിന്നെ പറയുന്നു, സരസ്വതി ദേവി എന്നോട് കോപിച്ചതായിരിക്കാം എന്ന് പറയുന്നു. 90 വിചാരിക്കുന്നു സരസ്വതി ദേവി തന്നെയായിരിക്കണം ചൈതന്യ മഹാപ്രഭുവിന്റെ വക്ത്രത്തിലൂടെ സംസാരിച്ചത് എന്ന് അദ്ദേഹം കരുതുന്നു. തൊണ്ണൂറ്റിരണ്ടിൽ ചോദിക്കുന്നു, എങ്ങനെ താങ്കൾക്ക് ഇതിന് സാധിച്ചു? 93 പറയുന്നു, ഇത് കേട്ട് പണ്ഡിതന്റെ ഹൃദയം മനസ്സിലാക്കിയ ശ്രീ ചൈതന്യ മഹാപ്രഭു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലേ? നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ മാത്രമല്ല നമ്മൾ കേൾക്കേണ്ടത്, ആ വാക്കുകൾക്ക് പുറകിലുള്ള ഒരു ഭാവമുണ്ടാവും. ശരിയല്ലേ? വാക്കുകളിലൂടെ അത് പുറത്തു വരാം, പക്ഷെ ചിലപ്പോൾ വാക്കുകളിൽ നിന്ന് മാത്രമായിരിക്കില്ല, അതിലും കൂടുതൽ ചിലപ്പോൾ അതിന് പുറകിലൊരു ഭാവം ഉണ്ടാവും. റൈറ്റ്? അപ്പൊ അതിനെ മനസ്സിലാക്കി നമ്മൾ പെരുമാറണം. ഭഗവാൻ എങ്ങനെയാണ്? ഭാവഗ്രാഹി
ജനാർദ്ദന എന്നാണ്. സോ അത് ശീല പ്രഭുപാദിന്റെ നോക്കിയാലും തന്നെ പലപ്പോഴും പ്രഭുപാദിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല പ്രഭുപാദ് ഉത്തരം പറയുന്നത്. ആ ചോദ്യത്തിന് പുറകിലുള്ള ഒരു മനോഭാവമുണ്ട്. അതിന് പ്രഭുപാദ് ഉത്തരം പറയുന്നതായിട്ടാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ അതുപോലുള്ള എക്സാമ്പിൾസ്? ചോദ്യത്തിന് മാത്രമല്ല, അതിന് പുറകിലുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. അതിനാണ് പ്രഭുപാദ് ഉത്തരം പറയുന്നത്. എന്തെങ്കിലും പ്രഭുപാദ് ലീലയിൽ നിന്ന് ഓർമ്മ വരുന്നുണ്ടോ? ഹരകൃഷ്ണ പ്രഭു, ഒരു ഇത് കേട്ടിട്ടുള്ള ഒരു ഇതില്ലേ, ഈ നമ്മളെങ്ങനെ ഈ ബദ്ധാത്മാവായി ഇന്ന് നമ്മളെങ്ങനെ ബദ്ധാത്മാവായി തീർന്നു എന്നുള്ളത് പ്രഭാതിനോട് ആര് ചോദിക്കുമ്പോ പ്രഭാതിൽ പറയുന്നത്, നിങ്ങളൊരു കിണറ്റില് വീണ് കിടക്കുമ്പോ എങ്ങനെ വീണു എന്ന് ചിന്തിക്കുവോ അതോ കയറിപ്പോവാമോ? ഏതാണ് കുറച്ച് ഡയറക്ഷൻ ഉണ്ട്, അല്ല എന്നാലും അവിടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ചിന്തിക്കണേന്ന് ചോദിക്കുന്നുണ്ട്. കയറിപ്പോണ കാര്യമാണോ ചിന്തിക്കണേ? അതൊരു ഒരു ഇതാണല്ലോ. ഏതാണ്ട് അത്രയ്ക്കും പ്രഭു പറഞ്ഞ അതിലേക്ക് അത്രയും മാച്ചായി വരുന്നില്ലെങ്കിൽ പോലും ആൾമോസ്റ്റ് ഒരു കുറച്ച് വരുന്നുണ്ട്. അതെ. ഹരേ കൃഷ്ണ. വേറെന്തെങ്കിലും ഇതുപോലെ? ഹരേ കൃഷ്ണ. മായാപൂര് ഇതിന്റെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോ പ്രഭുപാദ് അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമ്പോഴാണ് ഏതാ പ്രഭു എന്ന് എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. പേരെപ്പോഴും എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു പ്രഭു വരുമ്പോ അവര് പറയണ എന്താ വെച്ചാ ഓൾറെഡി പ്രഭുപാദയുടെ മനസ്സിൽ ഐഡിയ ഉണ്ടാവും. എന്നാലും പ്രഭുപാദ അത് എല്ലാവരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇനി കൂടുതൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. പ്രഭുപാദ ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുക. അപ്പൊ പ്രഭുപാദ ഉദ്ദേശിച്ചത് അതല്ല, നമ്മൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിനപ്പുറത്ത് എങ്ങനെയാണ് നമ്മൾ അതിനെ തടയണം എന്നുള്ളതാണ് പ്രഭുപാദ ഉദ്ദേശിച്ചത്. പക്ഷെ ഇദ്ദേഹം വിചാരിച്ചു വർക്ക് ചെയ്തത് ഇനി കൂടുതൽ വേണം എന്നുള്ളതാണ്. അപ്പോഴാണ് പറയുന്നത് പ്രഭുപാദ എപ്പോഴും പറയുമ്പോഴും നമ്മൾ പറയുന്നതിന്റെ അപ്പുറത്ത് പ്രഭുപാദയുടെ കാൽക്കുലേഷൻസിലെല്ലാം ഉണ്ടാവും. പക്ഷെ പ്രഭുപാദ അത് എല്ലാവരിൽ നിന്നും ആ ഒരു ഫീലിംഗ് എടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഞാൻ വായിച്ചു. പക്ഷെ എനിക്ക് ആ പേര് പ്രഭുവിന്റെ ഓർമ്മ വരുന്നില്ല. ഹരേ കൃഷ്ണ. അതെ. ഒരു പാസ്റ്റ് ടൈം, ഒരു ലീല ഓർമ്മ വരുന്നത്, ന്യൂയോർക്കില് പ്രഭുപാദ് ഇസ്കോൺ തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു വലിയ റോക്ക് മ്യൂസിക്, ഈ എന്താ പറയുക, വെസ്റ്റേൺ മ്യൂസിക്കിന്റെ പ്രശസ്തനായൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. അയാളുടെ പേര് ആലൻ ഗിൻസ്ബർഗ് എന്നായിരുന്നു. പ്രഭുപാദ് ലീലാമൃതൊക്കെ വായിച്ചവർക്ക് ആ പേര് പരിചയം ഉണ്ടാവാം. ആലൻ ഗിൻസ്ബർഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സംഗീതജ്ഞനായിരുന്നു. അക്കാലത്തെ യുവാക്കളുടെ ഒക്കെ ഒരു ഹരമായിരുന്നു ആലൻ ഗിൻസ്ബർഗ്. സോ അദ്ദേഹത്തിന് പ്രഭുപാദിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നി. പ്രഭുപാദിന്റെ ക്ലാസ്സുകളും പ്രഭുപാദിന്റെ കീർത്തനത്തിലും ഒക്കെ അദ്ദേഹം ഇത്രയും വലിയ പ്രശസ്തനായ വ്യക്തിയാണ് എങ്കിൽ പോലും, ഒരു സെലിബ്രിറ്റി ആണ് ആള് എങ്കിൽ പോലും, പ്രഭുപാദിന്റെ ചെറിയ ആ കടമുറി 26 സെക്കൻഡ് അവന്യൂവില് ആദ്യം തുടങ്ങിയ ചെറിയൊരു സ്ഥലത്തേക്ക് ഇദ്ദേഹം വരുമായിരുന്നു പ്രഭുപാദിന്റെ ക്ലാസ് കേൾക്കാനും അതിനുശേഷമുള്ള കീർത്തനത്തിൽ പങ്കെടുക്കാനും പലപ്പോഴും വരുമായിരുന്നു. സോ ഒരു പ്രാവശ്യം എന്തായി, അവിടുത്തെ അതായത് പ്രഭുപാദ് എങ്ങനെയാണ്, വ്യാസാസനത്തിലിരിക്കും. കുറച്ച് ഹൈറ്റ് ആണല്ലോ ഇല്ലെ, വ്യാസാസനം എപ്പോഴും ഉയരെയായിരിക്കും. ബാക്കി എല്ലാവരും എന്ത് ചെയ്യും, തറയിലിരിക്കും ഇല്ലേ. അപ്പൊ ഈ ആലൻ ഗിൻസ്ബർഗിന്റെ ഫാൻസ് ഉണ്ടായിരുന്നു, ആരാധകരുണ്ടായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം ആലൻ ഗിൻസ്ബർഗ് ഈ മുറിയിലേക്ക് വരുന്നു, ഈ സ്ഥലത്തേക്ക് വരുന്നു എന്ന് കണ്ടിട്ട് ഇവരുടെ ഈ ഫാൻസ്, കുറച്ചുപേര് ആരാധകരും കൂടി അന്നത്തെ ദിവസം പ്രഭുപാദിന്റെ ഇസ്കോൺ മാച്ച്ലെസ് ഗിഫ്റ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കയറി വന്നു. രംഗം മനസ്സിലായോ? ആലൻ ഗിൻസ്ബർഗ് താഴെ ഇരിക്കുകയായിരുന്നു, തറയിലിരിക്കുകയായിരുന്നു. പ്രഭുപാദ് മുകളിലിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഈ ആരാധകർ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ആലൻ ഗിൻസ്ബർഗിനെ താഴെ ഇരുത്തിയിട്ട് പ്രഭുപാദ് ഇത്രയും വയസ്സായ ഒരു മനുഷ്യൻ മുകളിലിരിക്കുന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല.
അവർ വിചാരിച്ചു ഇത് ഒരു അഹങ്കാരിയായ, ഒന്നാമത് ഇന്ത്യക്കാരൻ, നമ്മൾ അമേരിക്കക്കാരാണ് കൂടുതൽ എന്താ പറയുക ആഭിജാത്യമുള്ളവര്, നമ്മളാണ് വലിയ ആൾക്കാര്. ഒരു തേർഡ് വേൾഡ് കൺട്രിയിൽ നിന്ന് വന്ന 70 വയസ്സുകാരനായ സന്യാസി മുകളിലിരിക്കുന്നു. ന്യൂയോർക്ക് നഗരത്തിന്റെ തന്നെ യുവാക്കളുടെ എന്താ പറയുക സെൻസേഷൻ ആയിരിക്കുന്ന ഈ ഒരു ആലൻ ഗിൻസ്ബർഗിനെ തറയിലിരുത്തുന്നു. ഇത് കേരളത്തിലാണെങ്കിൽ കൊടി പിടിച്ചേനെ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ ഈ യുവാക്കളൊക്കെ വന്ന് പ്രഭുപാദിന്റെ ക്ലാസ് കഴിയാൻ വേണ്ടി ഇവർ കാത്തിരുന്നു. അത് കഴിഞ്ഞ് പ്രഭുപാദ് ക്ലാസ് കഴിഞ്ഞ് പ്രഭുപാദ് ഒരു കാര്യം പറയും. എന്താണത്? ക്ലാസ്സിന് ശേഷം എന്താ സംഭവിക്കുക? പ്രഭുപാദ് സംസാരിച്ചു കഴിഞ്ഞു. എനി ക്വസ്റ്റ്യൻസ് പ്രഭുപാദ് ചോദിച്ചു. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവരെന്ത് ചെയ്തു? ഈ യുവാക്കളൊക്കെ എന്ത് ചെയ്തു? നിങ്ങൾ ആലൻ ഗിൻസ്ബർഗിന്റെ ഗുരു ആയിരിക്കും, യു ആർ ഗുരു ഓഫ് ആലൻ ഗിൻസ്ബർഗ് ആണോ എന്ന് ചോദിച്ചു. ആർ യു ദി ഗുരു ഓഫ് ആലൻ ഗിൻസ്ബർഗ്? സോ പ്രഭുപാദ് ഇവിടെ എന്ത് ഉത്തരം പറയണം? അതേന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, അല്ല എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അതേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ഇവർ കൂടുതൽ ദേഷ്യപ്പെടും. പിന്നെ അവിടെ ഇട്ട് ചിലപ്പോ എന്താ പറയാ, ചിലപ്പോൾ ഇവൻ അക്രമം അവിടെ അഴിച്ചുവിടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വലിയ ഗുരുവാണോ, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലത് കാണാൻ പറ്റുന്നുണ്ടോ ആ ഒരു രംഗം? യെസ് യെസ് പ്രഭു യെസ്. യെസ്. അവര് ആക്രമിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഗുരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം? Then, അപ്പോൾ അങ്ങനെ അവര് തർക്കിക്കൂലോ, എന്താ ഇങ്ങനെ അപ്പോഴും അദ്ദേഹത്തെ ഇവര് ഇരുത്തിയെന്ന്. മുകളിലിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഇവരെ താഴെ ഇരുത്തത്തില്ലല്ലോ. അല്ലെന്ന് പറഞ്ഞാൽ അതെ, അല്ല അദ്ദേഹത്തിനെ താഴെ ഇരുത്തി. അത് എന്തായാലും പ്രശ്നം. അല്ല എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പ്രശ്നം? ഗുരു അല്ലെങ്കിൽ പിന്നെ പിന്നെ എന്തിനാണ് അദ്ദേഹത്തിനെ താഴ്ത്തിരുത്തി മുകളിലിരിക്കണെന്ന് ചോദിക്കില്ലേ? ഓക്കെ, അത് ഒരു കാര്യം. ആ പക്ഷെ അതിലും വലിയൊരു കാര്യമുണ്ട്. ആലൻ അവരെ ഗിൻസ്ബർഗിന് അവരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു. ഓക്കെ, ഇനി ഒരു കാരണമുണ്ട്. ഏറ്റവും വലിയ കാര്യം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അവിടെ? ഏറ്റവും വലിയ പ്രശ്നം ആലൻ ഗിൻസ്ബർഗിന് വിഷമമാവും. ആ ശരി. അത് ചിന്തിച്ചില്ല. അതാണ് അവിടുത്തെ കാര്യം. ഞാൻ ഇദ്ദേഹത്തിന്റെ ഗുരു അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും വിശ്വാസത്തോടെ പ്രഭുപാദിന്റെ അടുത്ത് വന്ന ആലൻ ഗിൻസ്ബർഗ് പിന്നീട് സാൻ ഫ്രാൻസിസ്കോയിൽ പോയി ഒരു വലിയ അവിടെ ഒരു കീർത്തനമൊക്കെ അറേഞ്ച് ചെയ്യാൻ ഈ മനുഷ്യനാണ് സഹായിച്ചത്, ആലൻ ഗിൻസ്ബർഗ് ആണ് സഹായിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ആലൻ ഗിൻസ്ബർഗിന് വിഷമമാവും ഞാൻ ഇദ്ദേഹത്തിന്റെ ഗുരു അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? യെസ്. അപ്പൊ ഞാൻ ഗുരു ആണെന്നും പറയാൻ പറ്റില്ല, അല്ലെന്നും പറയാൻ പറ്റില്ല. പ്രഭുപാദ് എന്ത് ഉത്തരം പറഞ്ഞു? പ്രഭുപാദ് പറഞ്ഞു, ഐ എം നോട്ട് ഗുരു ഓഫ് എനി വൺ, ഐ എം എ സെർവൻറ്റ് ഓഫ് എവരി വൺ എന്ന് പറഞ്ഞു. റൈറ്റ്? ഞാൻ ആരുടെയും ഗുരു അല്ല, ഞാൻ എല്ലാവരുടെയും ദാസനാണ്, സേവകനാണെന്ന് പ്രഭുപാദ് പറഞ്ഞു. സോ പ്രഭുപാദിന്റെ ഇവിടെ പ്രഭുപാദ് വളരെ യുക്തിപൂർവമായിട്ട് ഈ ഒരു സന്ദർഭത്തിനെ അതിജീവിച്ചു എന്നുള്ളത് മാത്രമല്ല, അത് യുക്തിപരമായ ഉത്തരവാണ്. പക്ഷെ അത് യുക്തി മാത്രമല്ല, പ്രഭുപാദിന്റെ സ്വാഭാവികമായ വിനയവും കൂടെ അതിൽ നിന്ന് പുറത്തു വരുന്നു അല്ലെ? ഞാൻ ഗുരുവല്ല, ഗുരു എന്നുള്ളതൊരു സ്ഥാനം എൻ്റെ ശിഷ്യന്മാര് എൻ്റെ പാത പിന്തുടരുന്നവർ എനിക്ക് നൽകുന്നതാണ്. പക്ഷെ ഞാൻ ഗുരുവാണെന്ന് സ്വയം ചിന്തിക്കുന്നില്ല, ഞാൻ എല്ലാവരുടെയും ദാസനാണ്, സേവകനാണെന്ന് പ്രഭുപാദ് പറയുന്നു. സോ ഇതാണ് പറയുന്നത്, ഹൃദയം മനസ്സിലാക്കിയ അല്ലെ, ഈ ചോദ്യം ചോദിക്കുന്നവരുടെ ഹൃദയം മനസ്സിലാക്കി പ്രഭുപാദ് ഒരു ഉത്തരം പറഞ്ഞു. ആ ഉത്തരം വന്ന സമയത്ത് എല്ലാവരും നിശബ്ദരായി. ഒന്നും പറയാനില്ല, ഇനി ഒന്നും ചെയ്യാനില്ല. മനസ്സിലായില്ലേ? അലൻ ഗിൻസ്ബർഗ് സന്തോഷവാനായി. അവിടെ ഇരിക്കുന്ന എല്ലാ ശിഷ്യന്മാരും വാവ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഹൃദയത്തിനകത്തൊരു അല്ലെ ഒരു നിമിഷം, ഒരു ബൾബ് കത്തിയ ഒരു നിമിഷം. നമ്മൾ ആരും തന്നെ, ഈ പ്രഭുപാദ് തന്നെ ഞാൻ സേവകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം എന്താണ്? നമ്മളും സേവകന്മാരാണ്, നമ്മളാരും വലുതല്ല എന്നുള്ളത് പ്രഭുപാദ് അവിടെ പഠിപ്പിക്കുകയും ചെയ്തു ജനങ്ങളെ. ഇങ്ങനെ വലിയൊരു സംഭവം. റൈറ്റ്? ഇതേപോലെ മറ്റൊരു സംഭവം
ഏകദേശം ഇതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. പ്രഭുപാദ് ഒരു പ്രാവശ്യം സ്വീഡൻ എന്നുള്ള രാജ്യത്തിലേക്ക് പോയി. സ്വീഡൻ കേട്ടിട്ടുണ്ടോ? സ്വീഡൻ ആണോ? സ്റ്റോക്ക്ഹോം, സ്വീഡൻ. അവിടുത്തെ ഒരു സർവകലാശാലയിൽ പോയി. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി പശ്ചിമ യൂറോപ്പിൽ കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എല്ലാവരും കാൾ മാർക്സിന്റെയും കമ്മ്യൂണിസത്തിന്റെയും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെയും വിപ്ലവത്തിന്റെയും ഒക്കെ വക്താക്കളായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. റൈറ്റ്. സോ ആ സമയത്ത് കേരളത്തിലും അതേ സമയത്താണ് ഒരു ഇടത് വിപ്ലവം സംഭവിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഈ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ ഈ കമ്മ്യൂണിസം കത്തി നിൽക്കുന്ന ഒരു സമയം. വർഗീയത തുലയട്ടെ, എന്തൊക്കെയാണ് പിന്നെ അതിന്റെ മുദ്രാവാക്യങ്ങൾ? ജാതി ഭേദം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ തുടച്ചു നീക്കം, മുതലാളിത്തം മുതലാളിത്തം നശിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ പറയുന്നത് കേരളത്തിലല്ല, കേരളത്തിൽ മാത്രമല്ല, സ്വീഡൻ സ്റ്റോക്ക്ഹോമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയം വളരെ ചൂടുപിടിച്ച് നിൽക്കുന്ന എപ്പോഴും കലാലയങ്ങളിലായിരിക്കും, അല്ലെ? കലാലയ രാഷ്ട്രീയം വളരെ ശക്തിമത്തായിരിക്കും. യുവാക്കളുണ്ട്, അവരുടെ എനർജി ഉണ്ട്. എന്തെങ്കിലും ഒരു മുദ്രാവാക്യം കൊടിയും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അവരുടെ ജീവൻ പോലും അതിനുവേണ്ടി സമർപ്പിക്കും. യുവത്വത്തിന്റെ തിളച്ചു നിൽക്കുന്ന ചോരയുടെ ദുരുപയോഗം ആൾക്കാർ ചെയ്യും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പ്രഭുപാദിന് സംസാരിക്കാൻ ഒരു അവസരം അവിടുത്തെ ഭക്തന്മാരെ അറേഞ്ച് ചെയ്തു. പ്രഭുപാദ് അവിടെ പോയ സമയത്ത് പതിവിലും വലുതായിട്ട്, അതെങ്ങനെ സംഭവിച്ചു, ഭഗവാന്റെ അറേഞ്ച്മെന്റ് ആണോ എന്നറിയില്ല, ഈ ഭക്തന്മാർ എന്ത് ചെയ്തു, സാധാരണ 1.5-2 അടി ഉയരത്തിലാണ് വ്യാസാസൻ വെക്കുക എന്ന് പറഞ്ഞാൽ, ഇതൊരു 4-5 അടി ഉയരത്തിൽ ഒരു ഭയങ്കര ഒരു വ്യാസാസനം അവിടെ റെഡിയാക്കിയിട്ട് പ്രഭുപാദിനെ അതിന് മുകളിൽ കൊണ്ടിരുത്തിയിട്ട് പ്രഭുപാദ് അവിടെ സംസാരിക്കുന്നു. ആ രംഗം ഒന്ന് നോക്കൂ. ഒരു വലിയ സർവകലാശാലയുടെ മെയിൻ ഹാള്, അവിടെ ഇത്രയും വലിയ സ്റ്റേജിന് മുകളിൽ ഒരു ഇത്രയും അടി ഉയരത്തിലൊരു ആസനം, വ്യാസാസനം, അതിനു മുകളിൽ അത്ര വലിപ്പമില്ലാത്ത, ശരീരം കൊണ്ട് ശാരീരികമായിട്ട് അത്ര ഒരു വലിയ പ്രകൃതം അല്ല പ്രഭുപാദിൻ്റെത്. അവിടെ പ്രഭുപാദ് മുകളിലിരുന്ന് സംസാരിക്കുന്നു. അന്ന് പ്രഭുപാദ് സംസാരിച്ച വിഷയം എന്താണെന്ന് കേൾക്കണം. വർണ്ണാശ്രമധർമ്മം. ഇതായിരുന്നു അവിടെ കൊടുത്തിരുന്ന ടോപ്പിക്. ഇപ്പൊ പ്രഭുപാദ് പറഞ്ഞു, വർണ്ണാശ്രമധർമ്മം വളരെ പ്രധാനമാണ്. ആൾക്കാർ അവരുടെ ഗുണങ്ങളും കർമ്മങ്ങളും അനുസരിച്ച് ആൾക്കാരെ തരംതിരിക്കണം. ആധ്യാത്മികമായിട്ട് തരംതിരിവില്ല, എല്ലാവരും ആത്മാക്കളാണ്, ഭഗവാന്റെ അംശങ്ങളാണ്. പക്ഷെ എന്നിരുന്നാലും ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ചില വ്യക്തികൾ സേവനം ചെയ്യേണ്ടവരാണ്, അവർ ശൂദ്രരെന്നറിയപ്പെടുന്നു. മറ്റു ചില വ്യക്തികൾക്ക് ധനവും റിസോഴ്സസ് സമാഹരിക്കാനുള്ള കഴിവുകളുണ്ട്, അവർ വൈശ്യരായിട്ട് പ്രവർത്തിക്കണം. പിന്നെ രാജ്യത്തിന്റെ സംരക്ഷണവും നിയമവ്യവസ്ഥയും നീതിന്യായവും ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടി ക്ഷത്രിയന്മാരുണ്ടായിരിക്കണം. മാത്രമല്ല സമൂഹത്തിന് ദിശാബോധം നൽകാനും അവരെ ഭഗവാനിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കാനും, അങ്ങനെ ഒരു ആധ്യാത്മികമായ ഒരു ക്ലൈമറ്റ്, ഒരു അന്തരീക്ഷം നിലനിർത്താനും വേണ്ടി ഒരു ബ്രാഹ്മണ നേതൃത്വത്തിന്റെ ആവശ്യമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രഭുപാദ് ഫുള്ള് ഒരു കുത്തും കോമയും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട്, ഒരു വെള്ളം ചേർക്കലും ഇല്ലാതെ എന്നാണ് പറയേണ്ടത്, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ ഒരു വെള്ളം ചേർക്കലും ഇല്ലാതെ പ്രഭുപാദ് വൈദിക സിദ്ധാന്തം, ആദർശങ്ങള്, ചാതുർവർണ്ണയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോയി എന്ത് സംസാരിക്കുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ഇവരുടെ യുവാക്കളുടെ അവിടുത്തെ അന്തരീക്ഷം തന്നെ, ആ ഹാളിലെ ഒരു അന്തരീക്ഷം തന്നെ പെട്ടെന്ന് ചൂട് പിടിച്ച് വരുന്നത് പോലെ തോന്നി. എല്ലാവരും ഇദ്ദേഹം ഒന്ന് സംസാരിച്ച് തീരട്ടെ, എന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഒരു വളരെ മുതിർന്ന വ്യക്തിയാണ്, അതിനുള്ള ബഹുമാനവും കൊടുക്കണം, അല്ലേ? പിന്നെ പ്രഭുപാദിന്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്കാര് പ്രഭുപാദിന്റെ ഭക്തിയും പ്രഭുപാദിന്റെ ആധ്യാത്മിക ശക്തിയും കാരണം വലിയ കൊലകൊമ്പന്മാരും പ്രഭുപാദിന് മുമ്പിൽ വന്നാൽ തലകുനിച്ച് നമസ്കരിക്കും, അല്ലേ? അപ്പൊ അങ്ങനെ പ്രഭുപാദ് ലെക്ചർ കഴിഞ്ഞ് പ്രഭുപാദ് മിണ്ടാതിരുന്ന സമയത്ത് ആ ഹാളിന്റെ പുറകില് ബാക്കിൽ നിന്ന ഒരു പയ്യൻ എണീറ്റ് ചെയറിന്റെ മുകളിൽ കയറി നിന്നു എന്നാ പറയുന്നത്. ആലോചിച്ച് നോക്കൂ. കാര്യം പ്രഭുപാദ് സ്റ്റേജിന്റെ മുകളിൽ വ്യാസാസനത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത്.
സോ ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ഈ യുവാവ് എന്ത് ചെയ്തു, ചെയറിന്റെ മുകളിൽ കയറി നിന്നിട്ട് പറഞ്ഞു, സർ, താങ്കൾ 4 വർണ്ണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് ക്ലാസ്, പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ് ഇസ് ബ്രാഹ്മണ, സെക്കൻഡ് ക്ലാസ് ക്ഷത്രിയ, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പല ക്ലാസ്സുകളായിട്ട് സമൂഹത്തിന് തരംതിരിക്കാൻ ശുപാർശ ചെയ്യുന്നു. അപ്പോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ സ്വയം നിങ്ങളെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടാണ് കരുതുന്നത് എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായോ? താങ്കൾ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ഭാവത്തിലാണ് താങ്കൾ ഇതൊക്കെ പറയുന്നത് എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ചോദ്യം കേട്ട സമയത്ത് പ്രഭുപാദ് കുറച്ചു നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് പ്രഭുപാദ് തലകുനിച്ചു. എന്നിട്ട് പ്രഭുപാദിന്റെ കണ്ണീന്ന് കണ്ണീര് വന്നു. അടുത്തിരിക്കുന്ന ഭക്തന്മാര് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വളരെ പതിഞ്ഞ സ്വരത്തോടെ പ്രഭുപാദ മൈക്കിലേക്ക് മറുപടി പറഞ്ഞു. പ്രഭുപാദ് പറഞ്ഞു, ആക്ച്വലി ഐ ആം 5th ക്ലാസ്. ഞാൻ 5ാം തരക്കാരനാണ്. കാര്യം ആ 4 തരത്തിന്റെയും സേവകനാണ് ഞാൻ എന്ന് പറഞ്ഞു. ഐ എം ദി സെർവന്റ് ഓഫ് ദി 4 ക്ലാസ്സസ് എന്ന് പറഞ്ഞു. റൈറ്റ്? ശ്രീല പ്രഭുപാദ് കി ജയ്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ചൈതന്യ മഹാപ്രഭു ഇവിടെ 93 പറയുന്നു, പണ്ഡിതന്റെ ഹൃദയം മനസ്സിലാക്കിയ ശ്രീ ചൈതന്യ മഹാപ്രഭു നർമ്മരൂപേണ മറുപടി മൊഴിഞ്ഞു. എന്നിട്ട് പിന്നെ കാര്യങ്ങൾ പറയുന്നു. കേശവ കാശ്മീരി പറഞ്ഞതുപോലെ സരസ്വതി ദേവി ആയിരിക്കും ഈ ബാലകന്റെ നാവിലിരുന്ന് എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ മഹാപ്രഭു ആ കളിയുടെ കൂടെ ചേർന്ന് കളിച്ചു. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, രചന നല്ലതോ മോശമോ എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല, എന്നാൽ ഞാൻ പറഞ്ഞതെല്ലാം സരസ്വതി ദേവിയാൽ പറയപ്പെട്ടതാണെന്ന് അറിഞ്ഞാലും. മഹാപ്രഭു വിട്ടുകൊടുത്തില്ല. ശരി, എന്നാൽ സരസ്വതി ദേവി പറഞ്ഞതായിട്ട് കരുതിക്കൊള്ളുക എന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴേക്കും ഇദ്ദേഹത്തിന് സംശയം കൂടി. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് ഈ വിധി ശ്രവിച്ച പണ്ഡിതൻ ഈ ചെറിയ കുട്ടിയിലൂടെ സരസ്വതി ദേവി തന്നെ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്ന് ഖേദപൂർവം വിസ്മയിച്ചു. അത് കഴിഞ്ഞ് പോയി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു. പിന്നെ 97 പറയുന്നു, വാസ്തവത്തിൽ സരസ്വതി ദേവി തന്നെയാണ് ആ ശ്ലോകത്തില് ന്യൂനതകൾ ഉണ്ടാവുന്ന വിധത്തില് ദിഗ്വിജയിയുടെ, കേശവ കാശ്മീരിയുടെ ബുദ്ധിയെ അങ്ങനെ അദ്ദേഹത്തെ എഴുതാൻ പ്രേരിപ്പിച്ചത്. കാര്യം ആ ദോഷങ്ങൾ ഉള്ളപ്പോൾ ആ ദോഷങ്ങൾ മഹാപ്രഭു ചൂണ്ടിക്കാട്ടും. റൈറ്റ്? അതിനുവേണ്ടി സരസ്വതി ദേവി തന്നെ ഒപ്പിച്ചൊരു പണിയാണിത് എന്ന് പറയുന്നു. അങ്ങനെ 98 ഒന്ന് നോക്കൂ, അത് വലിയൊരു കാര്യമാണ്. അപ്രകാരം കവിവര്യൻ പരാജിതനായപ്പോൾ അവിടെ ഇരുന്നിരുന്ന മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരെല്ലാം പരിഹാസപൂർവം ഉച്ചത്തിൽ ചിരിച്ചു. പക്ഷെ അവരോട് അങ്ങനെ ചെയ്യരുത് എന്നാവശ്യപ്പെട്ട മഹാപ്രഭു കവിയെ ഇപ്രകാരം സംബോധന ചെയ്തു. അപ്പോ മഹാപ്രഭു ഇദ്ദേഹത്തെ, കേശവ കാശ്മീരിയെ പരാജയപ്പെടുത്തി. പക്ഷെ അദ്ദേഹം പരിഹാസപാത്രമാകുന്ന രീതിയിൽ മഹാപ്രഭുവിന്റെ ശിഷ്യന്മാര് ചിരിക്കുന്ന സമയത്ത് ഉടനെ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഗ്ലോറിഫിക്കേഷനാണ്. താങ്കൾ മഹാപണ്ഡിതനും മഹാകവി ശിരോമണിയുമാണ്. അല്ലാത്ത പക്ഷം താങ്കളുടെ മുഖത്ത് നിന്ന് ഇത്തരമൊരു സുന്ദര കാവ്യം എങ്ങനെ വരും? താങ്കളുടെ കാവ്യവൈഭവം ഗംഗാജലത്തിന്റെ അനുസ്യൂത പ്രവാഹം പോലെയാണ്. താങ്കളോട് മത്സരിക്കാൻ കഴിവുള്ള ഒരു കവിയെയും ഇഹലോകത്തിൽ ഞാൻ കാണുന്നില്ല. അതിനുശേഷം 101 പറയുന്നു, ഭവഭൂതി ജയദേവൻ കാളിദാസൻ. ഇതൊക്കെ വലിയ സംസ്കൃതത്തിലെ ഏറ്റവും എക്കാലത്തെയും തിളങ്ങി നിൽക്കുന്ന എന്താ പറയുക മഹാകവികളാണല്ലോ. ഭവഭൂതിയുടെ ഇവിടെ പറയുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട്. മാലതി മാധവം, ഉത്തരചരിതം, വീരചരിതം, സംസ്കൃത നാടകങ്ങൾ ഭവഭൂതി എഴുതിയിട്ടുണ്ട്. ജയദേവൻ, പിന്നെ നമുക്ക് അഷ്ടപതിയുടെ ഒക്കെ അറിയാം, ഗീതാ ഗോവിന്ദം. കാളിദാസന്റെ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അഭിജ്ഞാന ശാകുന്തളവും കുമാരസംഭവവും മേഘദൂതം എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ കാളിദാസന്റെ ഉണ്ട്. അവരുടെ കവിതകളിൽ പോലും ദോഷങ്ങൾ ഉണ്ടാകാം, അതുകൊണ്ട് താങ്കൾ ദുഃഖിക്കണ്ട എന്ന് പറയുന്നു. 103 അടുത്ത ലെവലിലേക്ക് മഹാപ്രഭു വിനയം കാണിക്കുന്നു. ഞാൻ താങ്കളുടെ ശിഷ്യനാകാൻ പോലും യോഗ്യനല്ല. എന്ത് ഭംഗിയായിട്ടാണ്, ആലോചിച്ച് നോക്കൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേശവ കാശ്മീരിയുടെ ഹൃദയത്തിനകത്ത് ആദ്യം ഒരു ഇടിത്തീ വീണു, തെറ്റുണ്ടായി എന്ന് പറയുന്ന സമയത്ത് അല്ലെ. ഒരു ഇടിമിന്നല്, അത്രയും നാള് വിശ്വസിച്ച വിശ്വാസങ്ങളൊക്കെ തകർന്നു പോയ ഒരു ഇടിമിന്നലായിട്ട് ആദ്യം മഹാപ്രഭുവിന്റെ വാക്കുകൾ തോന്നും. അതിനുശേഷം പയ്യെ മഹാപ്രഭു അന്തരീക്ഷത്തെ മാറ്റി
ഇവിടെ മഹാപ്രഭുവിന്റെ വിനയം വഴി അതേ ഹൃദയത്തിൽ മഴ പെയ്യുകയാണ്, അല്ലെ? ഞാൻ താങ്കളുടെ ശിഷ്യനാകാൻ പോലും യോഗ്യനല്ല, അതിനാൽ ഞാൻ ബാലിശമായി എന്തെങ്കിലും ചാപല്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഗൗരവത്തിൽ എടുക്കാതിരുന്നാലും. അതിനുശേഷം പറയുന്നു, ദയവായി ഇന്ന് തിരിച്ചു ചെന്നാലും നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ താങ്കളുടെ വക്ത്രത്തിൽ നിന്ന് എനിക്ക് ശാസ്ത്രങ്ങളെ കുറിച്ചുള്ള സംവാദം ശ്രവിക്കാനാകും. അപ്പോ ഈ ഒരു മീറ്റിങ്ങിന് ശേഷം മഹാപ്രഭു വാതിൽ തുറന്നിടുകയാണ്. ഇന്നത്തോടെ തീർന്നു എന്നല്ല, നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറയുന്നു. റൈറ്റ്? ഇതൊക്കെ നമ്മൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, പരമദിവ്യോത്തമ പുരുഷൻ. റൈറ്റ്? അതിനർത്ഥം സർവശക്തിമാനാണ് ഭഗവാൻ, എല്ലാറ്റിൻ്റെയും ഉടമയാണെന്നുള്ളത് മാത്രമല്ല, ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക്, പേഴ്സണാലിറ്റി എന്നുള്ള നിലയ്ക്ക് ഓരോ സാഹചര്യത്തിലും ഭഗവാൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു പഠിക്കാനും കൂടി ഭഗവാന്റെ ലീലകൾ തന്നെ ഉദാഹരണമാണ്, അല്ലെ? സോ മഹാപ്രഭുവിന്റെ ലീലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. രാത്രി അദ്ദേഹം സരസ്വതി ദേവിയെ ഭജിക്കുന്നു. പിന്നെ 106 സരസ്വതി ദേവി അദ്ദേഹത്തിനെ മഹാപ്രഭു ആരാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. അടുത്ത പ്രഭാതത്തിൽ കവി തിരിച്ചു വന്ന് മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചു. അപ്പോൾ അവിടുന്ന് കാരുണ്യം ചൊരിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭൗതിക ബന്ധങ്ങൾ വിച്ഛേദിച്ചു. 108 പ്രധാനപ്പെട്ട കാര്യമാണ്, ലാസ്റ്റ് പറയാനുള്ള പോയിന്റ് 108 ഉണ്ടായിരുന്നത്. ആ ദിഗ്വിജയി തീർച്ചയായും പരമഭാഗ്യവാനായിരുന്നു. വിദ്യാബലവും മികച്ച പാണ്ഡിത്യവും കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം സഫലമായി. അങ്ങനെ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ആശ്രയം നേടുകയും ചെയ്തു. ശ്ലോകത്തിൽ നോക്കിയാല് ഭാഗ്യവന്ത ദിഗ്വിജയി സഫല ജീവന വിദ്യാബലെ പായില മഹാപ്രഭുര ചരണ. സോ അദ്ദേഹത്തിന് മഹാപ്രഭുവിന്റെ ചരണങ്ങളിൽ എത്താൻ സാധിച്ചത് ഒരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിദ്യാബലം കാരണമായിരുന്നു, അല്ലെ? ദിഗ്വിജയെ ആയിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെ മഹാപ്രഭുവുമായിട്ട് മഹാപ്രഭുവിനെ സംഗമിക്കാനും മഹാപ്രഭുവായിട്ട് സമയം ചെലവഴിക്കാനും അദ്ദേഹത്തിന് സാധിച്ചത് ഒരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിദ്യാബലം കൊണ്ടായിരുന്നു, അല്ലെ? അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ ഭഗവാൻ തന്നിട്ടുണ്ട്. ചിലപ്പോ കേശവ കാശ്മീരിയെ പോലെ പാണ്ഡിത്യത്തിലായിരിക്കില്ല. നമ്മൾ പണ്ട് സംസാരിച്ച പോലെ ചിലർക്ക് പാചക സേവയായിരിക്കും ഭഗവാൻ നൽകുന്നത്, ചിലർക്ക് പാചകത്തിലായിരിക്കും കഴിവ്, മറ്റു ചിലർക്ക് വാചകത്തിലായിരിക്കും, അല്ലെ? ഓരോരുത്തർക്കും ഓരോന്നാണ് ഭഗവാൻ തരുന്നത്. നമ്മുടെ ഒരു സുധാ മാതാജി അറിയാമായിരിക്കും, ഇവിടെ എറണാകുളത്തുള്ളൊരു ഡിവോട്ടിയാണ്. അവര് ഇവിടെ വലിയൊരു കോളേജിൽ, സെന്റ് തെരേസാസ് എന്ന് പറഞ്ഞ കോളേജിൽ മലയാളം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് ഹെഡും ഒക്കെ ആയിരുന്നു. സോ മാതാജി ആദ്യം ഇവിടെ കൊച്ചിയിൽ ഉണ്ടായിരുന്നപ്പോൾ, ഡീറ്റെയിൽസ് പറയുന്നില്ല, ആദ്യം മാതാജിക്ക് കുക്കിംഗ് സേവയാണ് ലഭിച്ചത്. പക്ഷെ മാതാജി ഇന്നും തന്നെ കുക്കിങ്ങിൽ അത്ര ഒരു സ്പെഷ്യാലിറ്റി കാണിക്കാത്തൊരു വ്യക്തിയാണ്. അത് ചെറുപ്പം മുതലേ കുക്കിംഗ് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോ കുക്കിംഗ് സേവ കിട്ടിയപ്പോൾ മാതാജിക്ക് അത് അത്ര സെറ്റായില്ല ടെമ്പിളിൽ വന്നിട്ട്. പിന്നെ അവസാനം അന്നത്തെ ഇൻചാർജ് ആയിട്ടുണ്ടായിരുന്ന സനന്ദകുമാർ പ്രഭു അത് മാതാജിയുടെ ഒരു നേച്ചർ മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്തു, ഈ പാചക സേവയിൽ നിന്ന് വാചക സേവയിലേക്ക് മാറ്റി. എന്നുവെച്ചാല് പഠിപ്പിക്കാനും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ പ്രോഗ്രാമിന്റെ അവതാരികയായിട്ട് MC ആയിട്ടൊക്കെ ഇടാനും, കൂടുതൽ പിന്നെ പുതിയ ആൾക്കാർ വരുമ്പോൾ അവരോട് നേരിട്ട് സംസാരിച്ച് അവരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാനും, ഫ്രണ്ടിൽ റിസപ്ഷനിലൊക്കെ നിൽക്കാനും, അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ കിട്ടിയ സമയത്ത് ആ മാതാജി വീണ്ടും അവർക്ക് കൃഷ്ണാവബോധത്തിൽ തന്നെ ഒരു ഒരു നിൽക്കാനൊരു നിലയും ഒരു ഉറപ്പും കിട്ടി. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഒരു പ്രധാന കാര്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബലമാണ് ഇവിടെ തന്നിരിക്കുന്നത്. കേശവ കാശ്മീരിക്ക് വിദ്യാബലം, ഓരോരുത്തർക്കും ഓരോ ബലങ്ങളുണ്ട്. അപ്പൊ ആ ബലം നമ്മൾ എന്താണോ അത് നമ്മൾ കണ്ടുപിടിച്ച് അതുവഴി നമ്മൾ കൃഷ്ണനോട് അടുക്കുക എന്നുള്ളതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടത്. ആ ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കേണ്ടത് ആ സ്ഥലത്തെയുള്ള നേതൃത്വമാണ്. കാര്യം അവർ നോക്കണം ഓരോ ഭക്തനും എന്താണ് സാധിക്കുക, അവരുടെ എന്താണ് കഴിവുകൾ എന്ന് നോക്കിയിട്ട് ആ കഴിവിനെ ഉപയോഗിച്ച് അവരെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക.
ഇത് ഭഗവത്ഗീതയിൽ പറയുന്നു. യതപ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഭഗവത്ഗീത 18-ാം അധ്യായം ശ്ലോകം ആരെങ്കിലും നോക്കാമോ? ഞാനും നോക്കാം. യതപ്രവൃത്തിർഭൂതാനാം 40 സംതിങ് വരണം. 46 തോന്നുന്നു പ്രഭുജി 46 എന്ന് തോന്നുന്നു. കറക്റ്റ് ഇല്ല, അത് കറക്റ്റ് ആണല്ലോ. കറക്റ്റ് 46 ആണല്ലോ. 46. 18:46. ആരെങ്കിലും ഭഗവത്ഗീത ഉണ്ടെങ്കിൽ ഒന്ന് അതിന്റെ ഹരേ കൃഷ്ണ. യത ശ്ലോകവും വിവർത്തനവും മാത്രം. പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഹരേ കൃഷ്ണ. വിവർത്തനവും കൂടി. ഹരേ കൃഷ്ണ. ഞാന് നമ്മുടെ ബുക്കല്ല, വേറെ ബുക്കിന്ന വായിച്ച, അതിന്റെ വായിച്ചാൽ മതിയോ? മറ്റേ അത് എടുക്കണം. നമ്മുടെ ബുക്കിലെ വായിക്കട്ടെ. വായിക്കാം. വായിക്കട്ടെ. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. സർവജീവികളുടെയും പ്രഭവസ്ഥാനവും സർവവ്യാപിയുമായ ഭഗവാനെ ആരാധിക്കുക നിമിത്തം സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണതയിലെത്താം. ഹരേ കൃഷ്ണ. യെസ്. സോ അതിൽ സ്വകർമ്മങ്ങളിൽ കൂടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മറ്റൊരാളാവേണ്ട കാര്യമില്ല. നമുക്ക് എന്താണോ ദൈവം തന്നിരിക്കുന്നത് അതിനെ ഉപയോഗിച്ച് നമ്മൾ ഭഗവാനോട് അടുക്കുന്നു. അതാണ് ഇവിടെ കേശവ കാശ്മീരി ചെയ്തത്. അങ്ങനെ ചെയ്യുന്നത് വഴി അദ്ദേഹത്തിന് മഹാപ്രഭുവിന്റെ ചരണങ്ങളിലേക്ക് എത്താൻ സാധിച്ചു. അതേ രീതിയിൽ നമ്മളും നമുക്ക് മഹാപ്രഭുവിന്റെ അടുത്തേക്ക് എത്താനുള്ള മാർഗം, നമ്മുടെ ടിക്കറ്റ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ മറ്റു ഭക്തന്മാരുടെ സഹായത്തോടെ നമ്മളത് കണ്ടുപിടിച്ച് അതിലേക്ക് ശ്രദ്ധ ചെലുത്തി നമ്മൾ അതുവഴി ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ 16-ാം അധ്യായം സമ്പൂർണമാകുന്നു. ഹരേ കൃഷ്ണ. തുടർന്ന് വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. 17-ലേക്ക് കടക്കാം അല്ലേ? 17-ാം അധ്യായം നമുക്ക് നേരത്തെ വായിച്ചു പോണ പോലെ 3-4 ശ്ലോകം വെച്ച് വായിച്ചു പോവാം. അതെ, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഒരാൾക്ക് വായിക്കാം, പിന്നെ ഒരു 4 ശ്ലോകം വെച്ച് വായിക്കാം. ഹരേ കൃഷ്ണ. തുടങ്ങാം. ഹരേ കൃഷ്ണ പ്രഭു, വായിക്കട്ടെ. ശരി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 17. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ യൗവന ലീലകൾ. ശ്രീല ഭക്തി വിനോദ ഠാക്കൂർ തന്റെ അമൃത പ്രവാഹ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 17-ാം അധ്യായം മഹാപ്രഭുവിന്റെ 16-ാം വയസ്സ് മുതൽ അവിടുന്ന് സന്യാസം സ്വീകരിക്കുന്നവരെയുള്ള ലീലകൾ വിവരിക്കുന്നു. ശ്രീല വൃന്ദാവനദാസ ഠാക്കൂർ മുമ്പേ തന്നെ ഈ ലീലകൾ ചൈതന്യ ഭാഗവതത്തിൽ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. അതിനാൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി അവ ഇവിടെ സംഗ്രഹിച്ചു മാത്രം വിവരിക്കുന്നു. എങ്കിലും അവിടെ നിന്റെ ലീലകളുടെ ചില ഭാഗങ്ങളുടെ വിശദമായ വിവരണം ഈ അധ്യായത്തിൽ കാണാം. എന്തുകൊണ്ടെന്നാൽ വൃന്ദാവനദാസ ഠാക്കൂർ അവ വിപുലമായി വിവരിച്ചിട്ടില്ല. ഈ അധ്യായത്തിൽ മാമ്പഴ വിതരണോത്സവത്തിന്റെ വിവരണവും ശാന്തകാശിയുമായുള്ള മഹാപ്രഭുവിന്റെ സംവാദങ്ങളും നമുക്ക് കാണാം. അവസാനമായി ഈ അധ്യായം യശോദാമാതാവിന്റെ പുത്രനായ കൃഷ്ണ ഭഗവാൻ ശചീമാതാവിന്റെ പുത്രനായി ഭക്തിയുത സേവനത്തിന്റെ 4 ദിവ്യ രസങ്ങൾ ആസ്വദിക്കുന്നത് കാണിച്ചു തരുന്നു. ശ്രീമതി രാധാറാണിക്ക് എന്നോടുള്ള നിർവിധിജനകമായ പ്രേമം മനസ്സിലാക്കുന്നതിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപം കൈക്കൊണ്ട് ശ്രീ രാധയുടെ മാനസിക ഭാവം അത്യുത്കൃഷ്ടമായ ഭക്തി ഭാവമായി കാണിക്കപ്പെടുന്നു. ശ്രീമതി രാധാറാണിയുടെ ഹർഷോന്മാദാവസ്ഥ ആസ്വദിക്കുന്നതിന് കൃഷ്ണൻ സ്വയം ചൈതന്യ മഹാപ്രഭുവായി അവളുടെ ഭാവം കൈവരിച്ചു. മറ്റാർക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ശ്രീകൃഷ്ണൻ ചതുർഭുജനായ നാരായണ രൂപം കൈക്കൊണ്ടപ്പോൾ ഗോപികമാർ അവിടുന്നതിനോട് ആദരവ് പ്രകടിപ്പിച്ചു. പക്ഷേ അവർ അവിടുന്നതിനോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഗോപികമാരുടെ ഹർഷോന്മാദ പ്രണയത്തിൽ കൃഷ്ണൻ ഒഴികെയുള്ള എല്ലാ ആരാധ്യ രൂപങ്ങളും നിരസിക്കപ്പെടുന്നു. എല്ലാ ഗോപികമാരിലും വെച്ച് ഏറ്റവും
ഉന്നതരായ ഹർഷോന്മാദ പ്രേമം ശ്രീമതി രാധാറാണിക്കാണുള്ളത്. കൃഷ്ണൻ അവിടുത്തെ നാരായണ രൂപത്തിൽ രാധാറാണിയെ കണ്ടപ്പോൾ അവിടുന്ന് തന്റെ നാരായണന്റെ രൂപം കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ വരികയും വീണ്ടും കൃഷ്ണന്റെ രൂപം സ്വീകരിക്കുകയും ചെയ്തു. ബ്രജഭൂമിയുടെ രാജാവ് നന്ദഗോപരാണ്. നവദ്വീപിലെ അതേ വ്യക്തി മഹാപ്രഭുവിന്റെ പിതാവായ ജഗന്നാഥ് മിശ്രയും. അതേപോലെ യശോദ ബ്രജഭൂമിയുടെ റാണിയാണ്. ചൈതന്യലീലയിൽ അവർ ശജി മാതാവും. അതുകൊണ്ട് ശജിയുടെ പുത്രൻ യശോദയുടെ പുത്രനാണ്. ദാസ്യഭാവത്തിലും സഹോദരഭാവത്തിലും ശ്രീ നിത്യാനന്ദൻ വാത്സല്യ പ്രേമത്തിന്റെ ഹർഷോന്മാദ അവസ്ഥ അനുഭവിക്കുന്നു. അദ്വൈത പ്രഭു ദാസ്യത്തിന്റെയും മാതൃസ്നേഹത്തിന്റെയും നിർവൃതി ജനകമായ ഭാവം പ്രദർശിപ്പിക്കുന്നു. മഹാപ്രഭുവിന്റെ മറ്റെല്ലാ പാർഷദന്മാരും തങ്ങളുടെ മൗലികമായ പ്രേമഭാവത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മഹാപ്രഭുവിന്റെ സേവനത്തിൽ വ്യാപൃതരാകുന്നു. സുന്ദരനായ കൃഷ്ണനായി വേണു ഊതിയും ഗോപികമാർക്കൊപ്പം നൃത്തമാടിയും ആസ്വദിക്കുന്ന അതേ നിരപേക്ഷ സത്യം ചിലപ്പോൾ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുകയും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാഗം സ്വീകരിക്കുകയും സന്യാസമെടുക്കുകയും ചെയ്യുന്നു. അതേ കൃഷ്ണൻ ഗോപസ്ത്രീകളുടെ പ്രണയം സ്വീകരിച്ചു എന്നത് വിരോധാഭാസമായി കാണപ്പെടുന്നു. തീർച്ചയായും ഒരു സാധാരണ വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ നാം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അചിന്ത്യമായ ശക്തിവിശേഷങ്ങൾ അംഗീകരിക്കുന്ന പക്ഷം എല്ലാം സാധ്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇത് സംബന്ധിച്ച് ഭൗതികവാദങ്ങളുടെ ആവശ്യമില്ല. കാരണം അചിന്ത്യ ശക്തിയുടെ കാര്യത്തിൽ ഭൗതികമായ വാദങ്ങൾ നിരർത്ഥകമാണ്. 17-ാം അധ്യായത്തിന്റെ അന്ത്യത്തിൽ ശ്രീല കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി ശ്രീല വ്യാസദേവന്റെ കാലടികൾ പിന്തുടർന്നുകൊണ്ട് ആദിലീലയുടെ സംഗ്രഹം നൽകിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം കഴിക്കാമല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. വന്ദേ സ്വൈരാദ്ഭുതേഹം തം ചൈതന്യം യത് പ്രസാദതഃ യവനാസു മനായന്തേ കൃഷ്ണനാമ പ്രജൽപകാഃ. വിവർത്തനം ഭാവാർത്ഥം വായിക്കണം പ്രഭുജി. വിവർത്തനം 4 വെച്ചല്ലേ? അതെ അതെ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭാത് കി ജയ്. ആരുടെ കാരുണ്യത്താലാണോ അശുദ്ധമായ യവനന്മാർ പോലും ഭഗവത് നാമത്താൽ സുജാതരായ മാന്യന്മാരായി പരിണമിക്കുന്നത്, ആ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ പ്രണമിക്കുന്നു. അവിടുത്തെ ശക്തി അത്രത്തോളം മഹത്തരമാണ്. ഭാവാർത്ഥം. ജാതി ബ്രാഹ്മണർക്കും ഉന്നതരായ വൈഷ്ണവർക്കും തമ്മിൽ സ്ഥിരമായ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ശരീരം മാറ്റാതെ ഒരു ബ്രാഹ്മണനാകാൻ കഴിയില്ലെന്നാണ് ജാതി ബ്രാഹ്മണർ അഥവാ സ്മാർത്തർ അവകാശപ്പെടുന്നത്. നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയാൽ വിവരിക്കപ്പെട്ടിട്ടുള്ളതുപോലെ, ഭഗവാന്റെ പരമമായ ശക്തിയാൽ സർവവും സാധ്യമാണ്. ചൈതന്യ മഹാപ്രഭു കൃഷ്ണനെ പോലെ പൂർണ്ണ സ്വതന്ത്രനാണ്. അതിനാൽ ആർക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനാവില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ തന്റെ കാരുണ്യത്താൽ ഒരു യവനനെ അഥവാ അവൈദിക തത്വങ്ങൾ പിന്തുടരുന്ന ഒരു അശുദ്ധനെ പോലും ഗുണവാനായ ഒരു മനുഷ്യനാക്കി മാറ്റാൻ കഴിയും. ഞങ്ങളുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ പ്രചാരണത്തിൽ വാസ്തവത്തിൽ ഇത് സംഭവിക്കുന്നു. ഇപ്പോഴത്തെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ഭാരതത്തിൽ ജനിച്ചവരല്ല. അവർ വൈദിക സംസ്കാരമുള്ളവരുമല്ല. പക്ഷേ 4-5 വർഷത്തെ ഹ്രസ്വമായ കാലയളവിനുള്ളിൽ ഹരേ കൃഷ്ണ മന്ത്രജപത്തിലൂടെ മാത്രം അവർ ഉത്കൃഷ്ട ഭഗവത് ഭക്തന്മാരായി തീർന്നിരിക്കുന്നു. ഭാരതത്തിൽ പോലും ഈ ശ്രേഷ്ഠ വൈഷ്ണവർ സ്വാഗതം ചെയ്യപ്പെടുന്നു. അല്പബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രത്യേക ശക്തിയാണിത്. വാസ്തവത്തിൽ ഒരു കൃഷ്ണാബോധ വ്യക്തിയുടെ ശരീരം പലവിധത്തിലും പരിണമിക്കുന്നു. അമേരിക്കയിൽ പോലും ഞങ്ങളുടെ ഭക്തന്മാർ തെരുവിൽ കീർത്തനം ചെയ്യുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അമേരിക്കക്കാരാണോ എന്ന് മാന്യരായ അമേരിക്കൻ വനിതകളും പുരുഷന്മാരും ചോദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമേരിക്കക്കാർക്ക് ഇത്ര പെട്ടെന്ന് അത്രയും നല്ല ഭക്തരാകാൻ സാധിക്കുമെന്ന് ആർക്കും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ജൂത കുടുംബങ്ങളിൽ നിന്നും ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നുമുള്ള ഈ കുട്ടികൾ കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൽ ചേർന്നതിൽ
ക്രിസ്ത്യൻ പുരോഹിതന്മാർ പോലും അതിശയിക്കുന്നു. ചേരുന്നതിന് മുമ്പ് അവർ ഏതെങ്കിലും ധാർമ്മിക തത്വങ്ങളെ ഗൗരവപൂർവ്വം മാനിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ ആത്മാർത്ഥതയുള്ള ഭഗവത് ഭക്തന്മാരായിരിക്കുന്നു. എല്ലായിടത്തും ജനങ്ങൾ ഈ അത്ഭുതം പ്രകടിപ്പിക്കുന്നു. ഞങ്ങളുടെ ശിഷ്യന്മാരുടെ ആധ്യാത്മികമായ പെരുമാറ്റത്തിൽ അങ്ങേയറ്റം അഭിമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ അത്ഭുതങ്ങളെല്ലാം സാധിക്കുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അവ സാധാരണമോ അല്ലെങ്കിൽ ഭൗതികമോ അല്ല. ശ്ലോകം 2. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയാദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. വിവർത്തനം ശ്രീ പ്രഭാത് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് എല്ലാ സ്തുതികളും, നിത്യാനന്ദ പ്രഭുവിനും അദ്വൈതാചാര്യനും ഗൗരഭക്തവൃന്ദത്തിനും എല്ലാ സ്തുതികളും. ശ്ലോകം 3. കൈശോര ലീലാര സൂത്ര കരിലാഗനന യൗവന ലീലാര സൂത്ര കരി അനുക്രമ. വിവർത്തനം ശ്രീ പ്രഭാത് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൈശോര ലീലകളുടെ ഒരു സംഗ്രഹം ഞാൻ നേരത്തെ നൽകി. ഇനി ഞാൻ യൗവന ലീലകൾ കാലാനുക്രമം വിവരിക്കട്ടെ. ശ്ലോകം 4. വിദ്യാ സൗന്ദര്യ സദ്വേഷ സംഭോഗ നൃത്യ കീർത്തനൈഹി പ്രേമനാദ പ്രദാനൈശ്ച ഗൗരോ ദിവ്യതി യൗവനേ. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭാത് കി ജയ്. തന്റെ വിദ്യയും സൗന്ദര്യവും സദ്വേഷവും പ്രദർശിപ്പിച്ച മഹാപ്രഭു നൃത്ത കീർത്തനാദികൾ ചെയ്തു. അവിടുന്ന് സുപ്തമായ കൃഷ്ണപ്രേമത്തെ ഉണർത്തുന്നതിനായി ദിവ്യനാമം വിതരണം ചെയ്തു. ഇപ്രകാരം ഗൗരാംഗ മഹാപ്രഭു തന്റെ യൗവനകാല ലീലകൾ പ്രദർശിപ്പിച്ചു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഗോപാൽ പ്രഭു തുടർന്ന് വായിക്കാണോ? വായിക്കാം. 40 വായിക്കാം. അടുത്ത ആരെങ്കിലും അടുത്തൊരു 4 ശ്ലോകം വായിക്കണം. പുസ്തകമുള്ള അടുത്ത. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യൗവന പ്രവേശേ അംഗേരേ അംഗവിഭൂഷണ ദിവ്യവസ്ത്ര ദിവ്യവേശ മാല്യചന്ദന. വിവർത്തനം ശ്രീല പ്രഭുപാത് കി ജയ്. യൗവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുന്ന് സ്വയം ആഭരണങ്ങളാൽ അലങ്കരിക്കുകയും ദിവ്യവസ്ത്രങ്ങൾ ധരിക്കുകയും പുഷ്പഹാരങ്ങൾ അണിയുകയും ചന്ദനലേപനം ചെയ്യുകയും ചെയ്തു. വിദ്യാര ഔദ്ധത്യേ കാഹോന്നാകാരേ ഗണന സകല പണ്ഡിത ചീനികരേ അധ്യാപന. സ്വന്തം വിദ്യാഭ്യാസത്തിലുള്ള അഭിമാനം മൂലം ശ്രീ ചൈതന്യ മഹാപ്രഭു മറ്റാരെയും പരിഗണിക്കാതെ തന്റെ പഠന നിർവഹണത്തിനിടയിൽ തന്നെ എല്ലാ തരത്തിലുള്ള പണ്ഡിതന്മാരെയും പരാജിതരാക്കി. വായുവ്യാധീഠലേ കൈല പ്രേമ പരകാശ ഭക്തകമാലന കൈല വിവിധ വിലാസ. യൗവനത്തിൽ മഹാപ്രഭു തന്റെ തീവ്രമായ കൃഷ്ണപ്രേമം വായുക്ഷോഭം എന്ന വ്യാജേന പ്രദർശിപ്പിച്ചു. വിശ്വസ്ത ഭക്തന്മാരോടൊപ്പം അവിടുന്ന് ഈ വിധത്തിൽ നാനാപ്രകാരത്തിലുള്ള ലീലകൾ ആസ്വദിച്ചു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാത് കി ജയ്. ആയുർവേദ ചികിത്സാ സമ്പ്രദായ പ്രകാരം മുഴുവൻ ശാരീരിക വ്യവസ്ഥയും പ്രവർത്തിക്കുന്നത് വായു, പിത്തം, കഫം എന്നീ 3 ഘടകങ്ങളാലാണ്. ശരീരത്തിനുള്ളിലെ സ്രവങ്ങൾ രക്തം, മൂത്രം, മലം തുടങ്ങിയ മറ്റ് സ്രവങ്ങളായി രൂപാന്തരപ്പെടുന്നു. പക്ഷേ ചായ അപചയ പ്രവർത്തനങ്ങൾക്ക് വിഘാതങ്ങൾ ഉണ്ടാകുന്ന പക്ഷം സ്രവങ്ങൾ ശരീരത്തിനുള്ളിലെ വായുവിന്റെ ക്ഷോഭത്താൽ കഫമായി മാറുന്നു. ആയുർവേദ സമ്പ്രദായ പ്രകാരം പിത്തസ്രവവും കഫവും ശരീരത്തിനുള്ളിൽ ചംക്രമണം നടത്തുന്ന വായുവിന് വിഘ്നമുണ്ടാക്കുന്നു. ഇതുമൂലം 59 തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായേക്കാം. ഇങ്ങനെയുണ്ടാകുന്ന ഒരു രോഗമാണ് ഉന്മാദം. വായുക്ഷോഭത്തിന്റെയും പരിണാമത്തിന്റെയും വ്യാജേന ശ്രീ ചൈതന്യ മഹാപ്രഭു ഉന്മാദമുള്ള ഒരുവനെ പോലെ വർത്തിച്ചു. അപ്രകാരം അദ്ദേഹം തന്റെ വിദ്യാലയത്തിൽ ക്രിയകളുടെ വ്യാകരണം കൃഷ്ണാവബോധത്തിലൂടെ വിശദീകരിക്കാൻ ആരംഭിച്ചു. കൃഷ്ണനോട് ബന്ധപ്പെടുത്തി എല്ലാം വ്യാകരണത്തിലൂടെ വിശദീകരിച്ച അദ്ദേഹം
തൻ്റെ വിദ്യാർത്ഥികളെ ഭൗതിക വിദ്യാഭ്യാസം ത്യജിക്കാൻ പ്രേരിപ്പിച്ചു. കൃഷ്ണാവബോധം ഉണ്ടാകുന്നതാണ് ശ്രേഷ്ഠമെന്നും ആ വിധത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പരിപൂർണത നേടാൻ കഴിയുമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ശ്രീ ജീവ ഗോസ്വാമി ഹരിനാമ ആർത്ഥവ്യാകരണം എന്ന ശീർഷകത്തിൽ വ്യാകരണം ചിട്ടപ്പെടുത്തുകയുണ്ടായി. സാധാരണ ജനങ്ങൾ അത്തരം വിശദീകരണങ്ങളെ ഭ്രമങ്ങളായി കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ അനുഭവത്തിൽ കൃഷ്ണാവബോധമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് വിശദമാക്കുകയായിരുന്നു ഭഗവാന്റെ ഭ്രമാത്മകമായ മനോഭാവത്തിന്റെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ എല്ലാം കൃഷ്ണാവബോധവുമായി അനുബന്ധപ്പെടുത്താവുന്നതായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ലീലകൾ ചൈതന്യ ഭാഗവതം മധ്യഖണ്ഡം 1-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. തബേദ കരീല പ്രഭു ഗായത്തെ ഗമന ഈശ്വര പുരീര സങ്കേത തായി മീലന. അനന്തരം മഹാപ്രഭു ഗയയിലേക്ക് പോയി അവിടെ ഈശ്വരപുരിയെ അവിടുന്ന് കണ്ടുമുട്ടി. ഭാവാർത്ഥം: ശ്രീ ചൈതന്യ മഹാപ്രഭു ഗയയിലേക്ക് പോയത് തൻ്റെ പിതാമഹന്മാർക്ക് ആദരപൂർണമായ തർപ്പണങ്ങൾ അർപ്പിക്കുവാനായിരുന്നു. ഈ പ്രക്രിയ പിണ്ഡദാനം എന്ന് വിളിക്കപ്പെടുന്നു. വൈദിക സമൂഹത്തിൽ ഒരു ബന്ധുവിൻ്റെ, പ്രത്യേകിച്ചും പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മരണാനന്തരം ഒരുവൻ നിർബന്ധമായും ഗയയിലേക്ക് പോവുകയും അവിടെ ഭഗവാൻ വിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങളിൽ തർപ്പണങ്ങൾ അർപ്പിക്കുകയും ചെയ്യണം. അതിനാൽ അത്തരം തർപ്പണങ്ങൾ അഥവാ ശ്രാദ്ധം അർപ്പിക്കുന്നതിന് ഗയയിൽ നിത്യവും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്നു. ഈ തത്വം പിന്തുടർന്ന മഹാപ്രഭുവും തൻ്റെ പരേതനായ പിതാവിന് പിണ്ഡമർപ്പിക്കാൻ അവിടേക്ക് പോയി. ഭാഗ്യവശാൽ അവിടെ അദ്ദേഹം ഈശ്വരപുരിയെ കണ്ടുമുട്ടി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താം. കുറെ സ്ഥലത്ത് ഭഗവാന് അദ്ദേഹം എന്ന് വന്നിട്ടുണ്ട്, അതൊക്കെ മാറ്റണം. അതുപോലെ തന്നെ 1-ാം ശ്ലോകത്തിൽ ആ ഒരു സ്പെല്ലിങ് ഭാരത് അല്ലേ, ഭാരതത്തിൽ എന്നുള്ളതിന് 666 സെക്കൻഡ് ലൈൻ ഭാരതത്തിൽ എന്നുള്ളതിന് ഭാരത്തിൽ നിന്നുണ്ട്. ഓ, ഭാരത്തിൽ നയില്ലേ. ഭാരതത്തിൽ. അതിൽ തന്നെ അടുത്ത പാരഗ്രാഫിൽ അല്പബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രത്യേക ശക്തിയാണ്. ഇത് വാസ്തവത്തിൽ ഒരു കൃഷ്ണാവബോധ വ്യക്തിയില്ല, ഒരു കൃഷ്ണാവബോധവാനായ വ്യക്തി എന്ന് വേണ്ടേ. അതെ അതെ ആ അതെ. അവിടെ ഇവിടെയൊക്കെ കറക്ഷൻസ് ഉണ്ട്. ഇത് ഈ 7-ാമത്തേൽ പറഞ്ഞിരിക്കുന്ന ഒരു ലീലയുണ്ട്. ചൈതന്യ മഹാപ്രഭു എന്തോ രാത്രി എന്തോന്ന് കഴിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ എന്താ പറയാ, വായുക്ഷോഭം, കഫം വാതം പിത്തമാണല്ലോ. അപ്പൊ എന്തോന്ന് വായുവിന്റെ എന്തോ പ്രശ്നമാണെന്നുള്ളൊരു വ്യാജേന ഭഗവാന്റെ നാമങ്ങൾ ഉച്ചത്തിൽ ഉരുവിടും. എന്നിട്ട് ഉന്മാദം വന്ന ഒരു അവസ്ഥയിൽ മഹാപ്രഭു ഒരു ലീല ചെയ്യും. എന്നിട്ട് അവിടുത്തെ ഡോക്ടർ ആരായിരുന്നു? നവദ്വീപിലെ ഡോക്ടർ ആരാണ്? മെയിൻ വൈദ്യൻ ഓർമ്മയുണ്ടോ പേര്? മറന്നുപോയി, വായിച്ചായിരുന്നു ഒരിക്കൽ. മുകുന്ദ പ്രഭു. മുകുന്ദ അല്ല, മൂ കറക്റ്റ് ആണ്. യെസ്. ശ്രീ മുരാരി ഗുപ്ത. ശ്രീ ആരാണ്? പേര് വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുരാരി ഗുപ്ത. അതെ അതെ. അല്ല, ഇപ്പൊ മെസ്സേജ് അയച്ചത്. ഹരേ കൃഷ്ണ. ഓക്കെ. മുരാരി ഗുപ്ത. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോകും. അപ്പൊ മുരാരി ഗുപ്ത പറയുന്നത് എന്താന്ന് വെച്ചാല്, അവിടെ ചൈതന്യ ഭാഗവതത്തിൽ ഈ ലീല വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കുടിക്കാൻ വെള്ളം കൊടുക്കും. അങ്ങനെ എന്തോ വെള്ളം വെച്ചിട്ടാണ്, എനിക്ക് അത്ര ഓർമ്മയുണ്ട്, ഫുൾ ഡീറ്റെയിൽ ഓർമ്മയില്ല. വെള്ളം വെച്ചിട്ട്
ഇന്ന സമയത്ത് കുടിക്കാനോ എന്തോ ചെയ്തിട്ടാണ് ആ വാദം അസുഖം മാറുന്നത്. അപ്പൊ ചോദിക്കുന്നു, ആദ്യം മഹാപ്രഭുവിനെ ചികിത്സിക്കാൻ കൊണ്ടുപോകുമല്ലോ, മുരാരി ഗുപ്തയുടെ അടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് രോഗത്തിന്റെ ലക്ഷണങ്ങൾ ആദ്യം മുരാരി ഗുപ്ത നോക്കും. പറയും ഭയങ്കര രോഗമാണ്, ഈ രോഗം ഒന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ടാണ് നിമായി പണ്ഡിറ്റ് അവിടെ പോകുന്നത്. മറ്റു ഭക്തന്മാർ കുറെ പേരും ചേർന്നിട്ടാണ് എന്തു പറ്റി ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശരീരമൊക്കെ വിറകൊള്ളുന്നു, എന്താണ് എല്ലാ രോമാഞ്ചം, എന്താ പറയുക ഇന്ന് പറയും റൊമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് മഹാപ്രഭു പോകുന്നത്. അപ്പൊ രോഗലക്ഷണങ്ങൾ ആദ്യം മുരാരി ഗുപ്ത നിരൂപണം ചെയ്യും. അപ്പൊ ആ രോഗലക്ഷണം നിരൂപണം ചെയ്യുമ്പോൾ മുരാരി ഗുപ്തയ്ക്ക് മനസ്സിലാവും ഇത് സാധാരണ വായുക്ഷോഭത്തിന്റെ പ്രശ്നമല്ല, ഇത് കൃഷ്ണപ്രേമത്തിന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത് എന്നുള്ളത് മുരാരി ഗുപ്തയ്ക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ മഹാപ്രഭു ചോദിക്കും, എന്താണ് രോഗം, പെട്ടെന്ന് ഇത് മാറ്റിത്തരൂ എന്ന് പറയുമ്പോഴേക്കും മുരാരി ഗുപ്ത പറയുന്നത്, ഈ രോഗം അത്ര എളുപ്പത്തിൽ മാറ്റാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വാസ്തവത്തില് ഇത് മാറ്റാനുള്ള വഴി എനിക്ക് അറിയില്ല എന്ന് മാത്രമല്ല, വൈദ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ രോഗം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. എന്നിട്ട് പിന്നെ അവസാനം ബാഹ്യരൂപേണ വെള്ളമൊക്കെ കുടിപ്പിച്ച് ആ രോഗത്തിനെ മാറ്റിയതായിട്ട് ഇദ്ദേഹം മുരാരി ഗുപ്ത വരുത്തി തീർക്കും. അങ്ങനെയാണ് ഇതിൽ ചൈതന്യ ഭാഗവതത്തിൽ ലീലയെ കുറിച്ച് പറയുന്നത്. പിന്നെ അടുത്തതിൽ 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് മഹാപ്രഭു ഗയയിലേക്ക് പോയി അവിടെ വെച്ച് ഈശ്വരപുരി അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരുവിനെ കണ്ടുമുട്ടുന്നു. അതിനു മുൻപും നവദ്വീപില് മഹാപ്രഭു ബാലകനായിരുന്ന സമയത്ത് ഈശ്വരപുരി നവദ്വീപിലേക്ക് വന്നതായിട്ടും അവിടെ കുറച്ച് ദിവസങ്ങള് നവദ്വീപിൽ താമസിച്ച് ആ സമയത്ത് ചെറിയ കുഞ്ഞു നിമായിനെ കണ്ടിട്ട് ഈശ്വരപുരിക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണെന്നുള്ളൊരു സാക്ഷാത്കാരം ഈശ്വരപുരിക്ക് ആ സമയം തന്നെ കിട്ടിയിട്ടുള്ളതായിട്ടും ചൈതന്യ ഭാഗവത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് നവദ്വീപിൽ വെച്ച് തന്നെ നിമായി ഇനിയും പ്രായം കുറവായിരുന്ന സമയത്താണ് ഈശ്വരപുരിയെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. പിന്നെ അതിനുശേഷം ഗയയിലേക്ക് പോകുന്ന സമയത്ത് ഓൾറെഡി പരിചയമുണ്ട്. അവിടെ അച്ഛന് ഉള്ള ഈ പിണ്ടദാനമൊക്കെ ചെയ്ത് ഗയയിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഭഗവാന്റെ പാദങ്ങൾ, വിഷ്ണുപാദം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. പോയവരുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ആരെങ്കിലും പോയിട്ടുണ്ട് പ്രഭു, പക്ഷെ ഇപ്പോഴാണ് അതൊക്കെ പ്രഭു പറയുമ്പോഴാണ് അതിന്റെ ഇത് മനസ്സിലാവുന്നത്. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും പോയിട്ടുണ്ടോ ഗയയില്? ഉണ്ട്. ഹരേ കൃഷ്ണ പ്രഭു, പോയിട്ടുണ്ട്. ഓക്കെ, മറ്റുള്ളവർക്ക് പോവാം. നല്ലൊരു സ്ഥലമാണ്. മഹാപ്രഭുവിന്റെ വിഷ്ണു ഭഗവാന്റെ പാദം അവിടെ ഒരു പാദമാണ്, ഒറ്റ പാദമാണ്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ആ പാദങ്ങള് കണ്ട സമയത്ത് മഹാപ്രഭു ആ പാദങ്ങളെ കെട്ടിപ്പിടിച്ച് അവിടെ വെച്ചിട്ടാണ്, ആ വിഷ്ണുപാദം കണ്ട ശേഷമാണ് മഹാപ്രഭുവിന് എന്താണ് ബാഹ്യമായിട്ട് ലീലയ്ക്ക് വേണ്ടി മഹാപ്രഭുവിന് ഒരു മാറ്റം സംഭവിച്ചത് അതിനുശേഷമാണെന്നാണ് പറയുന്നത്. അതുവരെ പണ്ഡിതനായിട്ട് പാണ്ഡിത്യത്തില് അഭിമാനിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ഒരു ഭാവത്തിലായിരുന്നു മഹാപ്രഭു. പക്ഷെ വിഷ്ണുപാദം ദർശനം സ്പർശനം ചെയ്ത സമയത്ത് മഹാപ്രഭുവില് ബാഹ്യമായിട്ട് എങ്കിലും ആ ഒരു പരിവർത്തനം കണ്ടതായിട്ടും അതിനുശേഷം പാണ്ഡിത്യത്തെ പാടെ ഉപേക്ഷിച്ച് ഹരിനാമത്തിന്റെ ജപത്തിലും പ്രചരണത്തിലും ഒക്കെ ഏർപ്പെട്ടു. അതേ സമയത്ത് തന്നെ ഈശ്വരപുരിയെയും ഗയയിൽ വെച്ച് തന്നെ കണ്ടുമുട്ടി ഈശ്വരപുരിയിൽ നിന്ന് ദീക്ഷയെടുത്ത് തിരിച്ച് മഹാപ്രഭു നവദ്വീപിലേക്ക് വന്ന് അതിനുശേഷം ഫുള്ള് ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃത കി ജയ്. ജയ്. നിർത്തല്ലേ. ഹരേ കൃഷ്ണ. വഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദ की जय. श्रील प्रभुपाद की जय. गुरुदेव हिताय प्रेमानंदे. हरि हरि.